തമിഴ്നാട്ടിൽ അധികാരമേറ്റതിനു ശേഷം ടി.വി.കെയും വിജയും വമ്പൻ പ്രഖ്യാപനങ്ങൾ കൊണ്ട് എപ്പോഴും വാർത്തകളിൽ ഇടം നേടാറുണ്ട്. പല പല പ്രഖ്യാപനങ്ങൾ പലപ്പോഴായി വിജയ് കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ തമിഴ്നാട്ടിലെ ജനങ്ങൾ ഇരു കൈയും നീട്ടി സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴിതാ മറ്റൊരു വമ്പൻ പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. ഇന്ത്യയിൽ തന്നെ ഇത് തമിഴ്നാട്ടിലായിരിക്കും ഇങ്ങനെയൊരു പദ്ധതി നടപ്പിലാക്കാൻ പോകുന്നത് എന്നാണ് പലരും പറയുന്നത്. എന്തായാലും ഒരു വമ്പൻ പദ്ധതിയാണ് വിജയ് മുന്നോട്ട് വെക്കുന്നത്. പൊതുവിദ്യാലയങ്ങളിലെ ഉച്ചഭക്ഷണ മെനു പരിഷ്കരിക്കാൻ പോവുകയാണ് തമിഴ്നാട് സർക്കാർ. ഉച്ചയ്ക്ക് നൽകുന്ന ഭക്ഷണത്തിൽ ചിക്കൻ ബിരിയാണി ഉൾപ്പെടുത്താനാണ് ആലോചിക്കുന്നത്. സ്കൂൾ അധ്യാപകരുടെയും അധ്യാപകേതര ജീവനക്കാരുടെയും സംഘടനകളുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എ രാജ്മോഹനാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. 100-ലധികം അധ്യാപകേതര സംഘടനകളുടെ പ്രതിനിധികൾ പങ്കെടുത്ത യോഗത്തിൽ നിരവധി പരാതികളും ആവശ്യങ്ങളും ഒക്കെ ഉയർന്നിരുന്നു. സ്കൂളുകളിലെ ഉച്ചഭക്ഷണ മെനു പരിഷ്കരിക്കണമെന്നത് അത്തരത്തിലൊരു ആവശ്യമായിരുന്നു. ഉച്ചഭക്ഷണത്തിന് ചിക്കൻ ബിരിയാണി നൽകണമെന്ന് പലരും ആവശ്യപ്പെട്ടു. ഇക്കാര്യം നേരത്തെ തന്നെ മുഖ്യമന്ത്രിക്ക് മുന്നിൽ സമർപ്പിച്ചിട്ടുണ്ട് എന്നായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി എ രാജ്മോഹൻ അവിടെ മറുപടിയായി പറഞ്ഞത്. ബിരിയാണി നൽകുന്ന കാര്യം പരിഗണനയിലാണ് എന്നാണ് മന്ത്രി പറയുന്നത്. അങ്ങനെയെങ്കിൽ തമിഴ്നാട്ടിലെ പൊതുവിദ്യാലയങ്ങളിൽ ഇനി ഉച്ചയ്ക്ക് ചിക്കൻ ബിരിയാണി ആയിരിക്കും വിദ്യാർത്ഥികൾക്ക് ലഭിക്കുക. ഇതെന്തായാലും ഒരു വമ്പൻ പദ്ധതി തന്നെയാണ്. കാരണം പൊതുവിദ്യാലയങ്ങളിൽ ചിക്കൻ ബിരിയാണി നൽകുക എന്ന് പറയുന്നത് അത്ര ചെറിയ കാര്യമൊന്നുമല്ല. വിദ്യാർത്ഥികളുടെ ഭക്ഷണ ക്രമത്തിൽ വളരെയധികം വലിയ ഒരു പരിഷ്കാരം തന്നെയാണ് ഇപ്പോൾ തമിഴ്നാട് സർക്കാർ നടപ്പാക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലടക്കം വിജയ്ക്ക് വലിയ രീതിയിലുള്ള കയ്യടികളാണ് ലഭിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ പ്രഭാത ഭക്ഷണ പദ്ധതിയും ഉച്ചഭക്ഷണ പദ്ധതിയും 12ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് കൂടി നൽകണമെന്ന് അധ്യാപക സംഘടനകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഈ ഭക്ഷണം ലഭിക്കും. നിലവിൽ മുഖ്യമന്ത്രിയുടെ പ്രഭാത ഭക്ഷണ പദ്ധതി 1 മുതൽ 8 വരെയുള്ള ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്കാണ് ഉള്ളത്. ഏകദേശം 32 ലക്ഷം വരുന്ന വിദ്യാർത്ഥികൾ ഈ പദ്ധതിയുടെ ഭാഗമാണ്. അപ്പോൾ ഇനി തമിഴ്നാട്ടിലെ പൊതുവിദ്യാലയങ്ങളിൽ ചിക്കൻ ബിരിയാണിയും മറ്റ് വിഭവങ്ങളും ഇനി കുട്ടികൾക്ക് ലഭിക്കുമെന്നത് നല്ല കാര്യം തന്നെയാണ്.